എല്ലാവർക്കും നമസ്കാരം. ദിവ്യന്മാരും പ്രവാചകന്മാരുമായി തീർന്ന ആളുകളുടെ, മനുഷ്യരുടെ കുട്ടിക്കാലത്തെ ഒരുപാട് അത്ഭുത കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കേൾക്കാൻ നല്ല രസമുള്ള കഥകളാണ്. ആ കഥകളെ പറ്റിയാണ് ഈ പുണ്യപുരുഷന്മാരുടെ പൂർവാശ്രമങ്ങൾ എന്ന ഈ പ്രഭാഷണത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പുണ്യപുരുഷന്മാരെ പറ്റിയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ കുട്ടിപ്രായത്തിൽ വെറും കുട്ടികൾ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. മൂക്കുളൊലിപ്പിച്ചും പിന്നെ അതുപോലെ വായിൽ വെള്ളം ഊറ്റിച്ചും ഉമിനീരോടിച്ചും കാറോടി നടന്ന കുറേ കുട്ടികൾ. ഇവരൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ ആരാണ് വലുതാവുമ്പോൾ പ്രവാചകനാവാൻ പോകുന്നത്, ദിവ്യനാവാൻ പോകുന്നത്, ദൈവമാവാൻ പോകുന്നതെന്നും ആർക്കും കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. കുട്ടികളൊക്കെ ഒരേപോലെ തന്നെ. പിന്നെ ഇവരൊക്കെ എങ്ങനെയാണ് പേരെടുത്തത് എന്ന് പറയുമ്പോൾ അവരൊന്നുകിൽ യൗവനത്തിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ കൗമാരത്തിൻ്റെ അന്ത്യകാലഘട്ടങ്ങളിലൊക്കെ ആവാം. അല്ലാതെ ചെറുപ്പത്തിലൊന്നും ഇവർ ഒന്നും ആയിരുന്നില്ല. എല്ലാവരും ഓരോ കുട്ടികളെ പോലെ തന്നെയായിരുന്നു. ജനങ്ങളെ ആകർഷിച്ച് കഴിഞ്ഞ കാലത്ത് പിന്നെ ഇവർ അമ്മയായി, അല്ലെങ്കിൽ ആനന്ദമയിയായി, ഗുരുവായി, പ്രവാചകനായി, ദൈവത്തിൻ്റെ അവതാരമായി, ദൈവം തന്നെയായി. അപ്പോൾ ജനങ്ങൾ ശിഷ്യന്മാരായി, അനുയായികളായി, കുഞ്ഞാടുകളായി, കൗമിലെ കുട്ടിയായി, അങ്ങനെ പോയി. എന്തായാലും ഒരു ഫോട്ടോ നിങ്ങളുടെ നെഞ്ചത്ത് കയറിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചുമരിൽ കയറിക്കഴിഞ്ഞാൽ, ആ ദിവ്യം പിന്നെ കേവലം ഒരു മനുഷ്യനായിട്ടാണ് ജനിച്ചത്, അല്ലെങ്കിൽ അയാൾ മൂക്കളൊലിപ്പിച്ച് ചെറുപ്പത്തിൽ നടന്നു, അല്ലെങ്കിൽ കൊട്ടത്തോക്കും പിടിച്ച് ടയറുരുട്ടി വട്ടുരുട്ടി നടന്നു എന്നൊന്നും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ തന്നെ, ഉൾക്കൊള്ളാൻ തന്നെ ബുദ്ധിമുട്ടാവും. അതിനാൽ ജനിക്കുമ്പോൾ മുതൽ തന്നെ ഇവർ നിമിത്തങ്ങൾ കാണിച്ചിരുന്നു എന്ന് സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ആവശ്യമായിട്ട് വരും. സായിബാബ എന്ന ഒരു ദിവ്യൻ ഉണ്ടായിരുന്നു. ഒരു വൈക്കത്തൂർ പുലിയാണ് പുള്ളിയുടെ തല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് പുള്ളിയുടെ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു. അദ്ദേഹത്തിന് മരണം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഒരിക്കലും വിശ്വസിച്ചില്ല. പക്ഷെ മരിക്കുന്ന കാലത്ത് പുള്ളിക്ക് കോടിക്കണക്കിന് റുപ്യയുടെ സ്വത്തുണ്ടായിരുന്നു, വസ്തുവകകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം എല്ലാ കുട്ടികളുടെയും പോലെ ഒന്നായിരുന്നു. ആ കുട്ടിക്ക് ചില കഴിവുകളുണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും ചില കഴിവുകളുണ്ടായിരുന്നല്ലോ. മനുഷ്യർക്കുള്ള അതേ കഴിവുകൾ തന്നെ ഈ കുട്ടിക്ക് നല്ല കൈയടക്കം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ പറയാം പാമിങ് എന്നാണ്. പാമിങ്. ചില സാധനങ്ങൾ, ചെറിയ കൊച്ചു സാധനങ്ങൾ അതിവേഗതയിൽ ഒളിപ്പിക്കാനും അതിവേഗതയിൽ പ്രദർശിപ്പിക്കാനും ഈ കുട്ടിക്ക് കഴിയുമായിരുന്നു. ഈ മോൻ്റെ പേര് സത്യനാരായണ രാജു എന്നായിരുന്നു. ഈ കുട്ടിക്ക് ചേട്ടൻ്റെ പേര്, ഈ കുട്ടിക്കൊരു ശേഷമരാജു എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ഈ ചേട്ടന് തോന്നി, ഇവൻ്റെ കൈയടക്കം കണ്ടപ്പോൾ ഇത് വെച്ച് ജീവിക്കാൻ പറ്റുമെന്ന് ഈ ചേട്ടന് തോന്നി. ഒരു ദിവസം ഈ കുട്ടി, സത്യനാരായണ എന്ന് പറഞ്ഞ കുട്ടി, തേള് കടിച്ച് അവശനായി മരിക്കുന്നൊക്കെ ഉള്ളൊരു സ്ഥിതിയിലായി. കുറേ നാൾ കഴിഞ്ഞാണ് പുള്ളി രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ ചേട്ടൻ, ഈ ശേഷമരാജു നാട്ടുകാരോട് പറഞ്ഞു, പഴയ രാജു മരിച്ചു, പഴയ സത്യനാരായണ രാജു മരിച്ചു. ഇപ്പോൾ അവതരിച്ചിട്ടുള്ളത് ഷിർദിയിലെ സത്യസായിബാബയാണ്. ഇനി നിങ്ങൾ ഈ ഷിർദിയിലേക്കൊന്നും വണ്ടിയെടുത്ത് പോകണ്ട സായിബാബനെ ആരാധിക്കാൻ. ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാൽ മതി, ഈ മോൻ്റെ അടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യർക്ക് ഇതൊക്കെ പൊടുന്ന കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊന്നും അത് സമ്മതിക്കില്ലല്ലോ. അപ്പോൾ നാട്ടുകാരൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ ഈ കുട്ടി ശൂന്യതയിൽ നിന്ന് ഭസ്മം എടുത്ത് ഇവർക്കൊക്കെ കൊടുത്തു. ഇന്ത്യയിൽ ഇപ്പോൾ അതൊക്കെ മതി. അവനെ കാണാൻ വന്ന പലരും ഞെട്ടിപ്പോയി, അവൻ്റെ ആരാധകരായി എന്നാണ് പഴയ ചരിത്രം പറയുന്നത്. വിഭൂതി മാത്രമല്ല ഈ കുട്ടി ശൂന്യതയിൽ നിന്ന് എടുത്തത്, കയ്യിൽ ഒളിപ്പിക്കാൻ പറ്റുന്ന എല്ലാം ആ കുട്ടി എടുക്കുമായിരുന്നു. സ്വർണ്ണമാല എടുക്കും, മോതിരെടുക്കും, പിന്നെ ശിവലിംഗം എടുക്കും. അത് ചിലപ്പോൾ ഉള്ളിൽ നിന്ന് ഛർദ്ദിക്കുകയും ചെയ്യും. ഒരു മത്തങ്ങ എടുക്കാൻ പറഞ്ഞാൽ പറ്റില്ല. ഇത്തരം ചെറു കേസുകളൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. അങ്ങനെ സത്യനാരായണ രാജു പോയി സത്യസായിബാബയായി, നാട്ടിൽ ആരാധകരായി. പിന്നെ അവിടെ ഓരോ ഗ്രാമങ്ങളിലും അദ്ദേഹത്തിന് സേവാ സംഘങ്ങളുണ്ടായി. ഇന്ത്യൻ പ്രസിഡന്റ് പോലും അദ്ദേഹത്തിൻ്റെ കാക്കൽ വന്ന് ഇരിക്കാവുന്ന ഒരു സ്ഥിതിയായി. ശങ്കർ ദയാൽ ശർമ്മയ്ക്ക് ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ സായിബാബയുടെ ആരാധകർക്ക് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ഒന്ന് മാറ്റി എഴുതണമെന്ന് തോന്നിയത്.
അതായത് പണ്ടൊരു പ്രത്യേകതകളില്ലാതെ ഒരു പാവപ്പെട്ട കുടുംബത്താണ് ജനിച്ചിരുന്നതെന്നൊക്കെ പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടായി. അതുപോലെ ചേട്ടൻ്റെ ഒപ്പം കൺകെട്ട് വിദ്യയൊക്കെ കൊണ്ട് നടന്നിരുന്ന ഒരു ഒരു ചെറുപ്പകാലം ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഭക്തന്മാരുടെ ഒരു അന്തസ്സിന് ചേർന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സായിബാബ ജനനം മുതൽ അമാനുഷികനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവചരിത്രം എഴുതി ഉണ്ടാക്കാൻ തുടങ്ങി. ഇത്തരം ജീവചരിത്രങ്ങളെ ഇംഗ്ലീഷിൽ പറയാം ഹഗിയോഗ്രാഫി എന്നാണ്. അപ്പോൾ ഹഗിയോഗ്രാഫി ആരംഭിച്ചു. സായിബാബയുടെ അമ്മയുടെ പേര് ഒരു സാധാരണ പേരായിരുന്നു. അത് തെലുങ്കിലിപ്പോൾ ലക്ഷ്മമ്മ, സുബ്ബമ്മ, അല്ലെങ്കിൽ വെങ്കടമ്മ, രമണമ്മ, അങ്ങനെ ഏതെങ്കിലും ഒരു അമ്മ. പക്ഷേ ഈ പേര് ഒരു ദൈവത്തിൻ്റെ അമ്മയ്ക്ക് ചേർന്നതല്ലല്ലോ. അപ്പോൾ ഈ ജീവചരിത്രകാരന്മാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സായിബാബയുടെ അമ്മയുടെ പേരൊന്ന് മാറ്റി ഈശ്വരാമ്മ എന്നാക്കി. അപ്പം ദൈവത്തിൻ്റെ അമ്മയുടെ പേര് ദൈവമ്മ അല്ല, അപ്പോൾ ഈശ്വരാമ്മ എന്നാക്കി വാങ്ങി. പിന്നെ അയ്യൽപ്പക്കത്തുള്ള കുറച്ച് പേരുടെ സാക്ഷിയൊക്കെ വാങ്ങി ജനനകഥയുണ്ടാക്കി. അപ്പോൾ ബാബയുടെ അമ്മയാകാൻ പോകുന്ന ഈ ഈശ്വരാമ്മ ഒരു ദിവസം കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ ആകാശത്ത് നിന്ന് അതിശക്തമായ ഒരു നീല വെളിച്ചം കണ്ടു. പൊട്ടുന്നതിനെ ആ വെളിച്ചം ഈ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ചു. പൊട്ടുന്നതിനെ അവർ ഗർഭിണിയായി. അല്ലാതെ സാധാരണ രീതിയിലുള്ള ഒരു ശാരീരിക ബന്ധം കൊണ്ടല്ല ബാബ ജനിക്കുന്നത്. അത് 1926 നവംബർ 23 പുട്ടപർത്തിയിലുള്ളൊരു വീട്ടിൽ വെച്ചാണ് ഈ സത്യനാരായണൻ ജനിക്കുന്നത്. ആ കുട്ടി ജനിക്കുന്ന സമയത്ത് എന്ത് അത്ഭുതം! ആ വീട്ടിലുണ്ടായിരുന്ന മൃദംഗം, തമ്പുരു എല്ലാം തനിയെ ശബ്ദം എടുക്കാൻ തുടങ്ങി. ജനിച്ച ഉടനെ കുഞ്ഞിനെ കിടത്തിയിരുന്ന തുണികൾക്കുള്ളിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടു. പക്ഷേ ആ മൂർഖൻ പാമ്പ് ആ കുട്ടീനെ ഉപദ്രവിച്ചേ ഇല്ല. ആ പാമ്പ് എങ്ങോട്ടോ ഇഴഞ്ഞു പോയി. അതൊരു പക്ഷേ സാക്ഷാൽ പരമശിവൻ്റെ ഒരു രൂപമായിരിക്കാം. അല്ലെങ്കിൽ ഈ പാമ്പിനെ നല്ല ബെഡാക്കി കിടത്തിയ ഉള്ളൊരു ദൈവം ഉണ്ടല്ലോ, മഹാവിഷ്ണു, അദ്ദേഹത്തിൻ്റെ ആയിരിക്കാം എന്ന് ജനങ്ങൾ അപ്പം തന്നെ നാട്ടുകാർ വിധി എഴുതി എന്നാണ് ഇവർ പുതിയ ചരിത്രത്തിൽ പറയുന്നത്. അതുപോലെ സാധാരണ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ കുട്ടി കരയുമല്ലോ. ഈ കുട്ടി കരഞ്ഞില്ല, ചുണ്ടിലൊരു പുഞ്ചിരിയുമായി ആണ് ആ കുട്ടി ജനിച്ചത്. എന്താ അങ്ങനെ കുട്ടി പുഞ്ചിരിയായിട്ട് ജനിക്കാൻ കാരണം? ഈ രാമപ്പുറത്ത് വാര്യർ വഞ്ചിപ്പാട്ടിൽ എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ടോ ശൗരി കണ്ണീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഒരു വരിയുണ്ട്. അതായത് ഈ ലോകത്തിലെ എല്ലാ ദൈവങ്ങളും ചെറുപ്പത്തിൽ കരഞ്ഞിട്ടുണ്ട്, ജീവിതത്തിലും കരഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ മാത്രം കരഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സായിബാബ കരഞ്ഞില്ല, സായിബാബ കൃഷ്ണൻ്റെയും അവതാരമാണ് എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരാളിലേക്ക് നമുക്ക് പോവാം. അത് 1835 മുതൽ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ 1835-36 ഉള്ള കാലത്ത് അവിടെ കൽക്കട്ടയിൽ ഖുദിറാം ചതോപാധ്യായ എന്ന ഒരു കക്ഷി ഗയയിൽ തീർത്ഥാടനത്തിന് പോയി. അവിടെ വെച്ച് അദ്ദേഹത്തിനൊരു സ്വപ്ന ദർശനം ഉണ്ടായി. സാക്ഷാൽ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറി അദ്ദേഹത്തിനൊരു തോന്നലുണ്ടാക്കിച്ചു, ഒരു ദർശനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മഹാവിഷ്ണുവാണ് ഞാൻ നിനക്ക് മകനായി ജനിക്കുമെന്ന് ആ ദർശനത്തിൽ ഈ മഹാവിഷ്ണു പറയണം. അതേ സെക്കൻഡിൽ ഖുദിറാമിൻ്റെ ഭാര്യ ചന്ദ്രമണി കാമാർപുക്കൂരിലെ യോഗി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ശിവലിംഗത്തിൽ നിന്നും ഒരു അത്ഭുത വെളിച്ചം, ഒരു ദിവ്യപ്രകാശം ഈ സ്ത്രീയുടെ വയറിൻ്റെ അകത്തേക്ക് പോവുകയാണ്. പൊട്ടുന്നനെ അവൾക്ക് മനസ്സിലായി, ഞാൻ ഗർഭവതിയായി എന്ന് മനസ്സിലായി. ആവുകയും ചെയ്തു. ഈ കൽക്കട്ടയിൽ നിന്ന് ഗയയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയോ? 452 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഗയയിൽ വിഷ്ണു വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഭർത്താവിനോട് പറയുന്നു, നിനക്ക് ഞാൻ മകനായി ജനിക്കുമെന്ന് പറയുന്നു. അതേ സെക്കൻഡിൽ 452 കിലോമീറ്റർ ഇപ്പുറം കൽക്കട്ടയിൽ വെച്ച് ഈ അമ്മയോട് പറയുന്നു, ഈ സ്ത്രീയോട് പറയുന്നു, അല്ലെങ്കിൽ സ്ത്രീക്ക് അനുഭവം ഉണ്ടാകുന്നു, ശിവലിംഗത്തിൽ നിന്ന് ഈ നീല വെളിച്ചം ഗർഭമായി ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് കയറുന്നു. അവിടെ സ്വപ്ന ദർശനം, ഇവിടെ ദിവ്യപ്രകാശം. അവിടെ താലികെട്ട്, ഇവിടെ ആത്മഹത്യ, അതൊക്കെ പറയുന്ന പോലെ. ഇപ്പം കൃഷ്ണനെ ഓവർടേക്ക് ചെയ്ത് ശിവൻ കയറിയതാണോ, ഇനി രണ്ട് ദൈവങ്ങൾ ഒരുമിച്ചാണോ കയറിയതെന്ന് നമുക്കറിയില്ല. കുട്ടി ജനിച്ചു. ആ കുട്ടി ജനിച്ചത് ആ വീട്ടിലെ ധാന്യം കുത്തുന്ന പുരയിലായിരുന്നു.
അന്ന് ഡോക്ടറൊന്നുമില്ല, വയറ്റാട്ടിയാണ്. ഈ വയറ്റാട്ടിയുടെ പേര് ധർണി എന്നാണ്, ധർണി. കുഞ്ഞ് ജനിച്ച ഉടനെ കുട്ടീനെ ഇവിടെ കിടത്തിയിട്ട് അമ്മേനെ ക്ലീനാക്കാൻ വേണ്ടി അവർ പോയി. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുട്ടീനെ കാണാനില്ല. കുട്ടി എവിടെ പോയി എന്ന് പരിഭ്രാന്തിയോടെയൊക്കെ അവർ ആകെ അവിടെ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കുട്ടി ചാരത്തിൽ പോയി കിടക്കുന്നു. അത് ഭസ്മം പൂശിയ നിലയിൽ ഒരു കരച്ചിലും ഇല്ലാതെ കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ സംഭവം? സാക്ഷാൽ പരമശിവൻ്റെ പോലെ തന്നെ കുഞ്ഞ് കിടക്കുന്നു എന്ന് ജീവചരിത്രകാരൻ എഴുതുന്നു. അപ്പോൾ കുട്ടിക്ക് പിന്നീട് കൃത്യസമയത്ത് തന്നെ പേരൊക്കെ വിളിച്ചു. ഗദാധര ചാറ്റർജി എന്ന് പേരിട്ടു. ജ്യോത്സ്യനെ വിളിച്ചു, സമയമൊക്കെ നോക്കി, ഗ്രഹനില നോക്കി, നക്ഷത്രം നോക്കി. ജ്യോത്സ്യൻ പ്രഖ്യാപിച്ചു, ഈ കുട്ടി ഭാവിയിൽ ലോകം അറിയപ്പെടുന്ന ആചാര്യനാകും, അനേകർക്ക് വഴിവിളക്കാകും. ആരാണ് ഈ കുട്ടി? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഇന്ന് നമ്മൾ നാട്ടിൽ കാണുന്ന രാമകൃഷ്ണ മഠങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ശാരദ. നമ്മുടെ നാട്ടിൽ കാണുന്ന ശാരദാ മഠങ്ങളൊക്കെ അവരുടെ പേരുള്ളതാണ്. സത്യത്തിൽ എന്തായിരുന്നു ശ്രീരാമകൃഷ്ണൻ്റെ ചരിത്രം? അറിയാമെന്നറിയില്ല. 20 വയസ്സ് വരെ, ഏകദേശം 20 വയസ്സ് വരെ ഈ ശ്രീരാമകൃഷ്ണനെ ആരും മൈൻഡ് ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഗദാധരൻ എന്നായിരുന്നു. എല്ലാ വീടുകളിലുമുള്ള കുട്ടികളെ പോലെ തന്നെ അവനും വളർന്നു. പിന്നെ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഗുരുവരൻ ഒക്കെ ആയി മാറിയത്, ഈ ഇത്തരം കഥകളൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ഈ ഹഗിയോഗ്രാഫി എഴുതിയപ്പോഴാണ്. അപ്പോൾ 1836 ജനിച്ച ശ്രീരാമകൃഷ്ണനെ 1855 വരെ ലോകം ശ്രദ്ധിക്കുന്നില്ല, നാട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല. പുള്ളിയെ നാട്ടുകാർ അറിയാൻ കാരണം ഒരു റാണിയാണ്. 1847 രശ്മണി എന്ന ഒരു റാണി ഒരു ക്ഷേത്രം പണിയാനായി ഹൂഗ്ലി നദിക്കരയിൽ ഒരു സ്ഥലം വാങ്ങി. തുടർന്ന് ഏകദേശം 8 വർഷത്തോളം അവിടെ ക്ഷേത്രപ്പണി തന്നെയായിരുന്നു. 1855 മെയ് 31 ക്ഷേത്രത്തിൽ ഈ ഒരു ദേവിയുടെ, കാളിയുടെ, അതായത് ഭവതരണി എന്ന പേരിൽ കാളിയെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ആ ക്ഷേത്രം തുറന്നു വയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആ ക്ഷേത്രം അറിയപ്പെടുന്നത് ദക്ഷിണേശ്വർ കാളിക്ഷേത്രം എന്നാണ്. പക്ഷെ ഒരു പ്രോബ്ലം, ക്ഷേത്രം കാളിയുടേതാണെങ്കിലും ക്ഷേത്രം ഉണ്ടാക്കിയ സ്ത്രീ ഒരു വിധവ ആയിരുന്നു. പോരാത്തതിന് അവരൊരു ശൂദ്ര സ്ത്രീ ആയിരുന്നു. അപ്പോൾ എങ്ങനെ ബ്രാഹ്മണർ വന്ന് അവിടെ പൂജ നടത്തും? പ്രോബ്ലമായി. വിധവകളെ ഒരിക്കലും ബ്രാഹ്മണ മതം അംഗീകരിച്ചിട്ടില്ല. ഈ റാണി തന്നെ ജീവിച്ചിരിക്കാൻ കാരണം 1829 സതി നിരോധിച്ച ആക്ട് വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ റാണി രാജാവ് മരിച്ച അന്ന് തന്നെ പണം കാലിയായേനെ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ഥിതിഗതിയിൽ ഈ സംഭവം നടക്കണ്ടേ? പ്രതിഷ്ഠ നടക്കണം, അമ്പലം നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്യണം എന്നുള്ള ഇതായി. തിരുവാഭരണം കൊണ്ടുവരണമെങ്കിൽ ബ്രാഹ്മണ കുടുംബത്തെ, ഏതൊരു ഗ്രാമകുടുംബത്തെ ഒരു ആൾ തന്നെ വന്നാലേ പറ്റുള്ളൂ എന്നാണല്ലോ ദേവാസുരല്ല 6-ാം തമ്പുരാനിൽ പറയുന്നത്. അവസാനം ഓടിച്ചിട്ട് കലാപം മണീനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്, ഒരു ബ്രാഹ്മണനെ പിടിച്ചുകൊണ്ട്. അതുപോലെ ഉദ്ഘാടനം കുളമാവുമെന്ന് കണ്ടപ്പോൾ അവർ കണ്ടുപിടിച്ചതാണ് ഈ രാമകൃഷ്ണ പരമഹംസരുടെ കുടുംബം. അപ്പോൾ റാണിയെ സഹായിക്കാൻ അവരേറ്റു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമഹംസൻ്റെ കുടുംബം ബ്രാഹ്മണ കുടുംബമാണ്. നമ്മൾ പറഞ്ഞു ഗംഗാധർ ചതോപാധ്യായ എന്നാണ് ഇട്ടത്. ചതോപാധ്യായ എന്ന് പറഞ്ഞാൽ ചാറ്റർജിയാണ്. ഇംഗ്ലീഷുകാർക്ക് ചതോപാധ്യായ എന്നൊന്നും വിളിക്കാറില്ല, അവർ ചാറ്റർജി, അത് മതി ഇത് പറഞ്ഞു. അങ്ങനെ പരമഹംസൻ്റെ ചേട്ടൻ രാംകുമാർ ചാറ്റർജി പുള്ളി അമ്പലത്തിൻ്റെ മുഖ്യ പൂജാരിയായിട്ട് ചാർജ് എടുത്തു. സഹായിക്കാനായി രാമകൃഷ്ണയും അവിടെ പോയി. പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുടുംബത്തിന് ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി. പയറുമണി പോലെ ഓടി നടന്നിരുന്ന ചേട്ടൻ മരിച്ചു. അപ്പോൾ പിന്നെ ആരാണ് പൂജിക്കുക? ശ്രീരാമകൃഷ്ണനെ വന്നു. അപ്പോൾ അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണൻ പൂജാരിയാവുന്നത്. പുള്ളിക്ക് അപ്പോൾ 20 വയസ്സ്. അപ്പോഴും ഒരു പൂജാരി ആയതുകൊണ്ടൊന്നും ജനം ശ്രദ്ധിക്കില്ലല്ലോ. ഈ ഇന്ത്യയിൽ എന്താ പറയുക, എത്ര ചൂലഴിച്ചിട്ട പോലെ അമ്പലങ്ങളും ചൂലഴിച്ചിട്ട പോലും പൂജാരികളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ കിട്ടാനില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ പുള്ളിയെ ജനം ശ്രദ്ധിക്കുന്നത്? പുള്ളി തനി ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. അത് യുക്തിവാദികൾ പറയുന്നതല്ല കേട്ടോ, ജീവചരിത്രകാരൻ തന്നെ പറയുന്നു. എനിക്ക് കാളിയെ നേരിട്ട് കാണണം എന്ന് രാമകൃഷ്ണൻ എപ്പോഴും ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നു. വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്ന് കരയുന്നു, ഇടയ്ക്ക് പാട്ടുപാടുന്നു, ചിലപ്പോൾ നൃത്തം ചെയ്യുന്നു. പിന്നെ
ഹിന്ദുസത്തിലൊക്കെ പറയുന്ന ഒരു ഭാവസമാധി എന്ന ഒരു അവസ്ഥയിലേക്ക് പുള്ളി എത്തുന്നു. എന്താണ് ഈ ഭാവസമാധി എന്ന് പറഞ്ഞാൽ? ഈ ദൈവഭക്തിയുടെ വികാരം മൂർച്ഛിച്ച് തീവ്രമായി പുറം ലോകവുമായി ബന്ധം നഷ്ടപ്പെട്ട് ബോധം മങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ പുള്ളി എത്തി. അദ്ദേഹത്തിന് എപ്പോൾ വിഗ്രഹത്തിൻ്റെ അടുത്ത് എത്തിയാലും ഒരു ചെറിയ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, ദേവീനെ ഒന്ന് നേരിട്ട് കാണണം, നടക്കണ കാര്യമാണ്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇയാൾക്ക് എന്തോ മാനസിക രോഗമാണ്. ആ കാലത്ത് മാനസിക രോഗമൊന്നും ആരും പറയില്ല, ഭ്രാന്ത് എന്നാണ് പറയുക. ഇവന് ഭ്രാന്താണ് എന്ന കാര്യം എല്ലാവരും ഉറപ്പിച്ചു. അവർ അന്നത്തെ കാലത്തെ ഭാഷയായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്ന് ആർക്കും ഭ്രാന്ത് എന്ന് പറയാറില്ല. അപ്പോൾ ഈ ഭ്രാന്തിന് എന്താണ് ചികിത്സ? ഭ്രാന്തിന് എന്താണ് ചികിത്സ വെച്ചാൽ 10-60 വയസ്സുള്ള ആൾക്കാരൊക്കെ പറയും കല്യാണം കഴിപ്പിക്കാതെ. അപ്പോൾ കല്യാണം കഴിച്ചാൽ ഭ്രാന്ത് മാറും. അങ്ങനെ 1859 അദ്ദേഹത്തോട് കല്യാണം കഴിപ്പിച്ചു. ഭാര്യയായി വന്ന കുട്ടിയുടെ പേര് ശാരദ. പക്ഷെ ഭ്രാന്ത് മാറാൻ എളുപ്പമല്ല, സമയമെടുക്കും. എന്തുകൊണ്ടെന്നാലും ശാരദയ്ക്ക് 5 വയസ്സായിട്ടുള്ളൂ. അന്ന് അങ്ങനെയാണ്. നമ്മൾ മറ്റാളെ വെട്ടിച്ചു, 6 വയസ്സിൽ കെട്ടിയ ആളെ വെട്ടിച്ചു. അപ്പോൾ 5 വയസ്സിൽ എന്ത് കുടുംബജീവിതം? ആ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ നിന്നു. ഇവിടെയാണെങ്കിലോ രാമകൃഷ്ണൻ ഈ മാനസിക രോഗമായി എന്നും പ്രാർത്ഥനയും അല്ലെങ്കിൽ പൂജയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഏത് സമയവും ഈ കാളീനെ കാണണം, ദൈവം അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞല്ലോ മറ്റുള്ളവർക്ക് ഭ്രാന്താണ് എന്നാണ് തോന്നുക. എങ്കിലും കുടുംബക്കാർക്കും നാട്ടുകാർക്കൊക്കെ തോന്നുമെങ്കിലും പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് ഇയാൾക്ക് എന്തോ ദിവ്യത്വം ഉണ്ടെന്നാണ് തോന്നുക. ഇതാണ് പ്രശ്നം. അങ്ങനെ അമ്പലത്തിൽ വരുന്ന പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇയാളുടെ ശിഷ്യന്മാരായി മാറാണ്. പതുക്കെ ഈ അമ്പലം ഒരു റാണിയാണല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. ഈ റാണിക്ക് നല്ല കാശുണ്ടായിരുന്നു, നല്ല ഗതിയുള്ള റാണിയായിരുന്നു. അപ്പോൾ അവിടെ നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും തീർത്ഥാടനത്തിന് പോയി അതന്നൊരു തൊഴിലായി ജീവിക്കുന്ന കുറേ സന്യാസിനിമാരും അക്കാലത്തും ഇക്കാലത്തും ഉണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ അവർക്ക് അവിടെ ഇടം കൊടുക്കും, താമസം കൊടുക്കും, സൗജന്യമായി ശാപ്പാടും കൊടുക്കും. അതുകൊണ്ട് വലിയ സന്യാസിമാരൊക്കെ അവിടെ വരാൻ തുടങ്ങി. അങ്ങനെ വന്നുപെട്ട ഒരു സന്യാസിനിയായിരുന്നു ഭൈരവി ബ്രാഹ്മണി. അവർ ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഇയാൾക്ക് മുഴുത്ത ഭ്രാന്ത് പോലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർ പുറത്തുനിന്നാണല്ലോ വരുന്നത്. ഇവർക്ക് ഈ ഭ്രാന്ത് കണ്ടപ്പോൾ ഈ ഭ്രാന്ത് പിടിച്ച ഒരു രോഗിയായിട്ടല്ല തോന്നിയത്. അവർക്ക് ഇത് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന ഒരു മഹാഭാവം ആയിട്ട് ആ സ്ത്രീക്ക് തോന്നുകയാണ്. കാരണം അവരും ഒരു റേഞ്ച് കുറഞ്ഞ തരത്തിൽ ഇതിൻ്റെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരങ്ങനെ വന്ന് കണ്ടു. ഈശ്വരനോടുള്ള കടുത്ത പ്രണയം മൂലം ബോധം അടിച്ചുപോയ അവസ്ഥയിലെത്തിയ ഒരാൾ. പല ചരിത്ര പുരുഷന്മാരും ഇങ്ങനെ ആയിരുന്നു എന്ന് ആ സന്യാസിനി ഓർമ്മിച്ചു. 15-ാം നൂറ്റാണ്ടിലെ ചൈതന്യ മഹാപ്രഭുവുമായി ഈ ശ്രീരാമകൃഷ്ണനെ അവർ താരതമ്യം ചെയ്തു. സന്യാസിനി പറഞ്ഞു, കണ്ണീർ ഒഴുകുക, ശരീരം നിശ്ചലമാവുക, സംസാരിക്കാൻ കഴിയാതിരിക്കുക, ചിരിയോ കരച്ചിലോ ഉണ്ടാവുക, ദീർഘനേരം ധ്യാനാവസ്ഥയിൽ ഇരിക്കുക, ഇതൊക്കെ മാനസിക രോഗമല്ല, ഇത് മഹത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അവർ അങ്ങനെ ഈ രാമകൃഷ്ണനെ ഒരു പരമഹംസനാക്കാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങി. അതോടെ രാമകൃഷ്ണന് വീണ്ടും അനുയായികൾ കൂടി. ആ ടൈമിലാണ് തോത്താപുരി എന്ന മറ്റൊരു സന്യാസി ആ അമ്പലത്തിൽ വരുന്നത്. പുള്ളി കടുത്ത ഒരു അദ്വൈത വേദാന്തി ആയിരുന്നു, ഒരു നാഗസന്യാസി. രാമകൃഷ്ണൻ ഈ കാളി വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് കരയുന്നത് കണ്ടപ്പോൾ തോത്താപുരി ഇയാളെ കുറേ കളിയാക്കി. നിനക്ക് വേറെ വല്ല പണിക്ക് പൊക്കൂടാതൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞു വരുന്ന ഒരാളാണല്ലോ. പക്ഷേ ഇതൊന്നും രാമകൃഷ്ണനെ യേശുന്നില്ല എന്ന് കണ്ടപ്പോൾ പുള്ളി കുറച്ച് നാളും കൂടി നിരീക്ഷിച്ചു. അപ്പം മനസ്സിലായി ഈ രാമകൃഷ്ണൻ നിസ്സാരക്കാരനല്ല, ഇവന് അതിശയകരമായ ഏകാഗ്രതയുണ്ട്, കോൺസെൻട്രേഷൻ. ഇവനാണ് ഞാൻ തേടി നടക്കുന്ന വിദ്യാർത്ഥി. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വേദാന്ത അറിവുകൾ പഠിപ്പിക്കാൻ പറ്റിയ ആളെ കിട്ടിയിരിക്കുന്നു. ഇപ്പോഴിവൻ കരച്ചിലും പിടിച്ചലും ചിരിയും പാട്ടുമായി ഭ്രാന്ത് കാണിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവായിരിക്കാം, പക്ഷെ ഞാൻ അവനെ സംസ്കരിച്ചെടുക്കും, ശുദ്ധീകരിച്ചെടുക്കണം. ഇതൊക്കെ നടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പൂജാരിയായ 10 വർഷത്തിൻ്റെ ഉള്ളിലാണ്. അതായത് 10 വർഷം പൂജാരിയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. ഈ 10 കൊല്ലവും രാമകൃഷ്ണന് നല്ല ഭ്രാന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ രാമകൃഷ്ണനെ അദ്ദേഹം
വേദാന്തം പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തോത്താപുരി രാമകൃഷ്ണനോട് ധ്യാനിക്കാൻ പറഞ്ഞപ്പോൾ വലിയൊരു തടസ്സം നേരിട്ടു. കണ്ണടച്ചാൽ രാമകൃഷ്ണൻ്റെ ഉള്ളിൽ അപ്പം കാളി വരും, പിന്നെ പുള്ളി കരച്ചിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്മളീ പറയുന്ന ധ്യാനത്തിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ കഴിയുക? തോത്താപുരി പറഞ്ഞു, നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒരു രൂപവും നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. രൂപമില്ലാത്ത പരബ്രഹ്മത്തെ നിങ്ങൾക്ക് ധ്യാനിക്കാൻ കഴിയണം. എങ്കിലേ അദ്വൈതവാദി ആകാൻ പറ്റൂ. പരബ്രഹ്മം എന്നും പറഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കരുത്. നിങ്ങൾ ദൈവവും നമ്മളും ഒന്നാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒരു രൂപവുമില്ലാത്ത ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നിങ്ങൾ ധ്യാനിക്കാൻ എന്ന് പുള്ളി രാമകൃഷ്ണൻ ഉപദേശിക്കുകയാണ്. പക്ഷെ എന്ത് ശ്രമിച്ചിട്ടും കാളിയെ വിട്ടൊരു കളിയില്ല. കാളി മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇത് കണ്ട് നിരാശനായ തോത്താപുരി ഒരു പുത്തൂരം അടവ് തന്നെ പുറത്തെടുത്തു. ഇതിനെ കുപ്പിച്ചില്ല് പ്രയോഗം എന്നാണ് പറയുക. എന്താ ഈ കുപ്പിച്ചില്ല് പ്രയോഗം എന്ന് വെച്ചാൽ, തോത്താപുരി രാമകൃഷ്ണനോട് ധ്യാനിക്കാൻ പറഞ്ഞു. രാമകൃഷ്ണൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തോത്താപുരി നിലത്ത് കടന്നിരുന്ന ഒരു കുപ്പിച്ചെല്ലെടുത്ത് രാമകൃഷ്ണൻ്റെ ഈ പുരികങ്ങൾക്ക് നടുക്കിലുള്ള ഈ ഭാഗത്ത് ഒരു കുത്തി. നെറ്റി ചോര പടിച്ചപ്പോൾ രാമകൃഷ്ണന് വേദന അറിഞ്ഞു. തോത്താപുരി അപ്പോൾ കർശനമായി ആജ്ഞാപിച്ചു, മനസ്സ് അവിടേക്ക് കേന്ദ്രീകരിക്കൂ. നിന്റെ മനസ്സിൽ വരുന്ന കാളിയെ നീ തന്നെ വെട്ടു. നിന്റെ വിവേകം എന്ന വാളുകൊണ്ട് കാളിയുടെ രൂപത്തെ വെട്ടിമാറ്റുക എന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു. ഈ കുപ്പിച്ചില്ല് പ്രയോഗം ശരിക്കും ഏറ്റു എന്നാണ് കഥകളിൽ പറയുന്നത്. വേദനയിൽ ഏകാഗ്രനായ രാമകൃഷ്ണൻ സ്വന്തം മനസ്സിനെ അങ്ങനെ പൂർണ്ണമായും ശൂന്യമാക്കി ആദ്യമായി രൂപങ്ങളില്ലാത്ത, ചിന്തകളില്ലാത്ത നിർവികൽപ്പ സമാധി എന്ന ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹം കടന്നു എന്നാണ് പറയുന്നത്. തുടർച്ചയായി 3 ദിവസം ഒരേ ഇരിപ്പിരുന്നു. അതാണ് കൃഷ്ണ രാമഹംസൻ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ. വെറും ഒരു ഭ്രാന്തനായിരുന്ന രാമകൃഷ്ണനിൽ നിന്ന് പരമഹംസർ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ. വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പൂജാരിയിൽ നിന്നും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ആത്മീയ ചിന്തകനിലേക്കുള്ള ഒരു മാറ്റം. എലിമെൻ്ററി സ്കൂളിൽ മൂക്കളയൊലിപ്പിച്ച് നടന്ന രാജേന്ദ്രനിൽ നിന്ന് ഇൻസ്പെക്ടർ രാജേന്ദ്രനിലേക്കുള്ള മാറ്റം, അത് സംഭവ ബഹുലമായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെയുണ്ടായത്. ഒരാൾ ഇത്രയ്ക്കും വലിയ മനുഷ്യനായി കഴിയുമ്പോൾ ആരാധകർക്കാണ് ബാധ്യത. കാരണം അതിനനുസരിച്ചുള്ള ഒരു കഥ എഴുതി പിടിപ്പിക്കണം. അങ്ങനെയാണ് അതിന് പിന്നെയാണ് ഈ പറഞ്ഞ ഹഗിയോഗ്രാഫി ഉണ്ടായത്. അതായത് അച്ഛന് ഗയയിൽ വെച്ച് ദർശനം കിട്ടി, അമ്മയുടെ വയറ്റിലേക്ക് ശിവലിംഗത്തിൽ നിന്ന് ടോർച്ചടിച്ചു. ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കിയ കഥകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ പൂരിപ്പിക്കാതെ വിട്ട ഒരു കഥ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. രാമകൃഷ്ണ പരമഹംസരുടെ ഭാര്യ ശാരദയുടെ ഗതി എന്തായി? 5 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയാണല്ലോ. കല്യാണം കഴിയുമ്പോൾ 5 വയസ്സായതുകൊണ്ട് ആ കുട്ടി ജനിച്ചു വളർന്ന വീട്ടിൽ തന്നെ കഴിച്ചു. പിന്നീട് 18 വയസ്സായപ്പോഴാണ് ദക്ഷിണേശ്വരത്ത്, അതായത് രാമകൃഷ്ണൻ്റെ അടുത്തേക്ക് ആ കുട്ടി വരുന്നത്. ഒരു പെൺകുട്ടിയായിട്ടാണ് വരുന്നത്. അത് 1872 അപ്പോഴേക്കും തോത്താപുരി രാമകൃഷ്ണൻ്റെ കരച്ചിൽ മാറ്റിയിരുന്നു. അപ്പോൾ ഈ ശാരദ രാമകൃഷ്ണൻ്റെ അടുത്ത് എത്തിയ വഴിക്ക് ഫസ്റ്റ് ചോദ്യം എന്താണെന്നറിയോ? എന്നെ കുടുംബജീവിതത്തിലേക്ക് വലിച്ചിടയ്ക്കാനാണോ നീ വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുക. അപ്പോൾ അതിന് ശാരദ നൽകിയ മറുപടി, അല്ല, താങ്കളുടെ ആത്മീയ പാതയിൽ സഹായിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ നിമിഷം മുതൽ അവർ ഒരുമിച്ച് ജീവിച്ചെങ്കിലും അവർക്കിടയിൽ യാതൊരു തരത്തിലുള്ള ശാരീരിക ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് ജീവചരിത്രങ്ങളെല്ലാം പറയുന്നു. അതിനുശേഷം 1872 തന്നെ അദ്ദേഹം ഒരു ഷോഡശി പൂജ നടക്കുകയുണ്ടായി. ഷോഡശി പൂജ എന്ന് പറയുമ്പോൾ ഒരു ദിവസം രാമകൃഷ്ണൻ ശാരദാദേവിയെ കൊണ്ടുപോയി കാളിയിരിക്കുന്ന പീഠത്തിൽ പിടിച്ചിരുത്തി. ജഗദംബയായി ശാരദാദേവിയെ കണ്ടുകൊണ്ട് കാക്കൽ വീണു. അതിനുശേഷം ശാരദാദേവിയായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിന്നീട് ചിത്രീകരിക്കപ്പെട്ടു. പിന്നീട് ദേവിയായിട്ടാണ് ഭാര്യയെ കണ്ടിരുന്നത്. സ്വന്തം ഭാര്യയെ കേവലം ഒരു ഭൗതിക ശരീരമായി കാണാതെ
മാതൃഭാവത്തിൽ ലോകത്തിൽ തന്നെ ഇങ്ങനെ ആരാധിച്ച ഒരാൾ രാമകൃഷ്ണ പരമഹംസറായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിലൊന്നും തർക്കങ്ങളൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടിക്കാലത്ത് എഴുതിയുണ്ടാക്കിയതിനെ പറ്റിയാണ് നമ്മൾ വിമർശിക്കുന്നത്. ഇത് എല്ലാ ചരിത്രകാരന്മാരും ശരിവയ്ക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇതിന് സത്യമൂല്യം കൂടുതലായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. രാമകൃഷ്ണനെ പിന്നീട് പരമഹംസറാക്കി നിലനിർത്തിയ സ്ത്രീ ഈ ശാരദ തന്നെയായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. രാമകൃഷ്ണൻ്റെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും അവർ നോക്കി. അതായത് ഭക്ഷണം ഉണ്ടാക്കി, വസ്ത്രം അലക്കി, അദ്ദേഹത്തിൻ്റെ കാണാൻ വരുന്ന ശിഷ്യന്മാർക്ക് കൂടി ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു. രാപ്പകലില്ലാത്ത പരിചരണം, ശമ്പളമില്ലാത്ത തൊഴിലുറപ്പ് പദ്ധതി, എല്ലാ സാധാരണക്കാരെയും മഹാന്മാരാക്കാൻ സ്ത്രീകളുടെ ഈ തൊഴിലുറപ്പ് പദ്ധതി ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുന്നത്. അങ്ങനെ ശ്രീരാമകൃഷ്ണൻ പരമഹംസനായി മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തതും ശാരദാദേവിയാണ്. വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള എല്ലാ സന്യാസിമാർക്കും വഴികാട്ടിയായി രാമകൃഷ്ണൻ മിഷൻ്റെ ആത്മീയ മാതാവായി അവർ മാറി. നമ്മളിന്ന് കാണുന്ന ശാരദാ മഠങ്ങളെല്ലാം അവരുടെ പേരിലാണ്. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് വേണം അടുത്തേക്ക് കടക്കാൻ എന്ന് തോന്നുന്നു. ചില ചോദ്യങ്ങളുണ്ടാകും. എന്താ വെച്ചാൽ നമ്മളൊക്കെ ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നവരും ശാസ്ത്രബോധമുള്ളവരാണല്ലോ. എന്തായിരുന്നു ശരിക്കും ഈ രാമകൃഷ്ണ പരമഹംസന് ചെറുപ്പത്തിൽ വന്ന പ്രശ്നം? ആധുനിക മനഃശാസ്ത്രജ്ഞ ചരിത്രകാരന്മാരും ഇതിനെപ്പറ്റി ഗൗരവമായിട്ട് പഠിച്ചിട്ടുണ്ട്. അത്രയും പോപ്പുലറാണ് ഇദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ്. വിവേകാനന്ദനേക്കാൾ പോപ്പുലറാണ്. വിവേകാനന്ദൻ അമേരിക്കയ്ക്ക് പോയപ്പോഴാണ് കൂടുതൽ പോപ്പുലറാവുന്നത്. അപ്പോൾ അവർ പറയുന്നത് ക്ലിനിക്കൽ രീതിയിൽ ഇതിനെപ്പറ്റി സമീപിച്ചപ്പോൾ ഒന്നുകിൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, അതാണ് അസുഖം എന്ന് പറയുന്നത്. അതായത് നമ്മൾ തലച്ചോറിനെ 4 ഭാഗങ്ങളാക്കി പഠിക്കാൻ 6 ഭാഗമൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഫ്രണ്ടൽ ലോബ്, പരൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്. ഇതിൽ ടെമ്പറൽ ലോബിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു അപസ്മാരമാണ് ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. തലച്ചോറിലെ ഓർമ്മ, വികാരം, കേൾവി, ഗന്ധം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് ടെമ്പറൽ ലോബ്. അവിടെയുള്ള നാഡീകോശങ്ങൾ നോർമലായി പ്രവർത്തിച്ചാൽ നമ്മുടെ ഓർമ്മ നോർമലാവും, നമുക്ക് വികാരങ്ങൾ നോർമലാവും. പക്ഷേ അവിടെ അസാധാരണമായ വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുത ഡിസ്ചാർജ് ഉണ്ടായാൽ നമ്മൾ മൊത്തം അബ്നോർമൽ ആകുമെന്നാണ് സൈക്കാട്രി പറയുന്നത്. കടുത്ത അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണിക്കും. ഇല്ലാത്ത ഗന്ധം അനുഭവപ്പെടും. പഴയ ഓർമ്മകൾ പൊടുന്നിനെ തെളിയും. ഇതൊക്കെ മുമ്പ് കണ്ടതാണല്ലോ എന്ന് ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് തോന്നും. ഡേജാവു എന്ന് പറയും. ശക്തമായ ഭയം, അതുപോലെ തന്നെ പിടിച്ചാൽ കിട്ടാത്ത തരത്തിലുള്ള ആനന്ദം ഇതൊക്കെ അനുഭവപ്പെടും. ചിലരിൽ ആത്മീയമോ മതപരവുമായോ അനുഭവം ഉണ്ടാകും. ഇതായിരുന്നിരിക്കണം പരഹംസന് സംഭവിച്ചു. കാരണം നമുക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാരണം ശ്രീരാമകൃഷ്ണനെ ഒരു മനഃശാസ്ത്രജ്ഞനും ചികിത്സിച്ചിട്ടില്ല. ഒരു ദിവ്യനും സ്വയം പരിശോധിക്കാൻ വേണ്ടി ആർക്കും മുമ്പിലും ഇതുവരെ ഇരുന്ന് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളെ ഇങ്ങനെ ഊഹിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഭക്തരും ജീവചരിത്രകാരന്മാരും ഈ ഇദ്ദേഹത്തിനുണ്ടായ അവസ്ഥയെ എന്താ പറയുക, ഈശ്വരനോടുള്ള അതിയായ ഭക്തി കൊണ്ടുണ്ടാകുന്ന ദിവ്യോന്മാദം ആയി കണ്ടുപോയി. അങ്ങനെ അവർ പുസ്തകങ്ങൾ എഴുതി. അതുകൊണ്ട് നമ്മൾ അവരൊക്കെ ദിവ്യന്മാരായി ലോകം മുഴുവൻ നമ്മളും അവരെ അങ്ങനെ തന്നെ കാണുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇനി മറ്റൊരു മഹാത്മാവിലേക്ക് കൂടി നമുക്ക് പോകാം. എനിക്ക് രസകരമായി തോന്നിയത് 100 വർഷം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള ചില കഥകളാണ്. നാരായണ ഗുരുവിൻ്റെ ചെറുപ്പത്തിലെ പേര് നാണു എന്നാണെന്ന് നമുക്കറിയാം. കുട്ടിയായിരുന്ന കാലത്തുള്ള പല കഥകളിലും അദ്ദേഹം ഒരു കുസൃതി കുട്ടിയാണ്. എന്താ വെച്ചാൽ പൂജയ്ക്കൊക്കെ വെച്ചിരുന്ന പഴങ്ങളും അല്ലെങ്കിൽ അവിലും അലര് സാധനങ്ങളൊക്കെ കട്ടെടുത്ത് തിന്നുന്ന ഒരു കുട്ടി ആയിട്ട് അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തൊട്ടുകൂടാത്തവരെയും തീണ്ടികൂടാത്തവരെയൊക്കെ പോയി പുള്ളിത്തോടും, മെൻസസ്സായ സ്ത്രീകളെ പോയി തൊടും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെറുപ്പത്തിൽ കാണിച്ചിരുന്നു. അദ്ദേഹത്തിന് അബോധപൂർവം വിലക്കുകൾ ലംഘിക്കാനുള്ളൊരു പ്രവണത ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഒരിക്കൽ നാണു പള്ളിക്കൂടത്തിൽ കൂട്ടുകാരോടൊത്ത് പോവുകയായിരുന്നു. അപ്പോൾ അതുവഴി കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് വരുന്ന ഒരു ഭ്രാന്തൻ, അപ്പോൾ അന്നത്തെ ഒരു പിച്ചക്കാരൻ. അപ്പോൾ അന്നത്തെ ഒരു രീതി അനുസരിച്ച് കുട്ടികളെല്ലാവരും കൂടി ഇയാളെ കൂക്ക് വിളിച്ച് അയാളെ കല്ലെടുത്തെറിയാൻ തുടങ്ങി. ഇത് നാണുവിന് സഹിച്ചില്ല.
അദ്ദേഹത്തിന് ആ കുട്ടിക്ക് അയാളെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ രക്ഷിക്കും? രക്ഷിക്കാൻ കഴിയില്ല എന്ന നിസ്സഹായത കണ്ടപ്പോൾ ആ കുട്ടിക്ക് കരച്ചിൽ വന്നു. ആ കുട്ടി നൊലോളിയും വിളിയുമായി. അപ്പോൾ പിച്ചക്കാരൻ ഇത് കണ്ടപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ അയാൾ ചോദിച്ചു, നാണുവിനോട് ചോദിച്ചു, എന്നെയല്ലേ നിൻ്റെ കൂട്ടുകാർ ഉപദ്രവിച്ചത്, നീ എന്തിനാണ് കരയുന്നത്? എൻ്റെ കൂട്ടുകാർ ഉപദ്രവിക്കുമ്പോൾ എനിക്ക് അങ്ങയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ്. ഇത് കേട്ട ഭിക്ഷു ഈ കുട്ടിയെ തോളിലേക്കെടുത്ത് നേരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, അച്ഛനമ്മമാരെ വിളിച്ച് പറഞ്ഞു, ഈ കുട്ടി ഒരു മഹാത്മാവായി തീരും. കേൾക്കുമ്പോൾ തന്നെ അറിയാം ഹഗിയോഗ്രാഫിയാണെന്ന്. പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊരു സംഭവം പറയാം. ഇതൊക്കെ എഴുതി വെച്ചുള്ളതാണ്. ഇത് 100 വർഷം അയാളെ പറ്റിയിട്ട് എഴുതി വെച്ചുള്ള. നാണുവിന് 6 or 7 വയസ്സുള്ള സമയം വീട്ടിലൊരു മരണം നടന്നു. വീട്ടിൽ ബന്ധുമിത്രാദികൾ കരയത് കണ്ടപ്പോൾ ഇവന് ആകെ ഷോക്കടി ആയി, വലിയ വിഷമമുണ്ടായി. ആ വിഷമമായി 1-2 ദിവസം കടന്നുപോയി. 3-ാം ദിവസം നാണുവിനെ കാണാനില്ല. എല്ലാവരും തിരച്ചിൽ നോക്കുമ്പോൾ കുട്ടിയൊരു കുറ്റിക്കാട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് കരയുന്നു. അപ്പോൾ ഇവർ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്, നിന്നെ കാണാനില്ല, നീ എവിടെ പോയി, നീ എന്തുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് സാധാരണ ചോദിച്ചു. പറഞ്ഞു, നാണു പറഞ്ഞ കാരണം നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ് പറഞ്ഞത്. വീട്ടിൽ ഒരാൾ മരിച്ചപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അലമുറയിട്ട് കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ കരുതി നിങ്ങൾ എന്നും അങ്ങനെ കരയുമെന്ന്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെല്ലാവരും ചിരിയും കളിയുമായി. ഇതെനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നതാണ്. ഇക്കാര്യം നാരായണ ഗുരു പറഞ്ഞിരിക്കാൻ വഴിയുണ്ട്. പക്ഷേ ഈ 5 or 6 വയസ്സുള്ള കുട്ടി അങ്ങനെ കഴിയില്ല എന്ന് നമുക്കറിയാം. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ നുണ എഴുതി വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ ഗുരു ചെറുപ്പത്തിലെ ഫിലോസഫിക്കലായി ചിന്തിച്ചിരുന്നു എന്ന് നമ്മളെ ബോധിപ്പിക്കാനാണ് ചെയ്യുന്നത്. നമുക്കറിയാലോ, ഇതിലും വലുതുണ്ട്. ഇതുപോരാ, ചെറുപ്പത്തിൽ നാണു മഴ പെയ്ച്ചിട്ടുണ്ട്. മഴ ഒരിക്കൽ ഗ്രാമത്തിൽ, ചമ്പഴന്തി ഗ്രാമത്തിലായിരിക്കും, മഴ കിട്ടാതെ വലഞ്ഞപ്പോൾ പൊങ്കൽ നിവേദ്യം നടത്താമെന്ന അങ്ങനെ ഒരു സംഭവം ചെയ്താൽ മഴ കിട്ടുമത്രേ. അപ്പോൾ നാണു അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നിവേദിക്കാം എന്ന് പറഞ്ഞു. നാണു പൊങ്കൽ നിവേദിച്ചു, മഴ പെയ്തു. പക്ഷേ നാണു നിവേദിച്ചത് കൊണ്ടാണോ മഴ പെയ്തത് എന്ന് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്തായാലും മഴ പെയ്ച്ചില്ലേ, അതാ നിൽക്കുന്ന തെങ്ങൊന്ന് നോക്കിയേ, അതിൽ ഒരു നല്ല തേങ്ങ പോലും പിടിക്കുന്നില്ല, മൊത്തം പേളാണ്, മുച്ചവിരിയാണ്. നിനക്ക് പറ്റുമെങ്കിൽ നല്ല കായ്ഫലങ്ങളുള്ള, അതായത് അടുത്തതായി പൂക്കുന്ന പൂക്കുലകൾ, അതിൽ നിന്ന് നല്ല തേങ്ങ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. നാണു പോയി ആ തെങ്ങിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിമേൽ നല്ല ഫലങ്ങൾ തരണം കേട്ടോ എന്ന് പറഞ്ഞു. അതിനുശേഷം വന്ന പൂക്കുലകളെല്ലാം നല്ല തേങ്ങ മാത്രം തരുന്നതായിരുന്നു എന്ന് ഹൈയോഗ്രാഫിയിൽ എഴുതിയിരിക്കുന്നു. ഒരിക്കലും ശരിയാവാൻ സാധ്യത. പക്ഷെ ഇപ്പോഴും ജീവചരിത്രകാരന്മാർ അത് എഴുതി പിടിപ്പിക്കുക. ഒന്ന് എഡിറ്റ് ചെയ്തൂടെ? നാടെങ്ങനെ മാറിയെന്നൊന്നുമില്ല, ഇതിങ്ങനെ എഴുതാണ്. എന്തിനാണ് ഇവരിങ്ങനെ ഈ പ്രചരിപ്പിക്കുന്നത്? ഇത്തരം നുണകളില്ലാതെ തന്നെ എത്രയോ മഹനീയമായ കാര്യം ചെയ്ത ഒരു മഹാത്മാവിനെയാണ് ഇവരിങ്ങനെ എഴുതി നാണം കെടുത്തുന്നത്. ഉള്ളത് പറഞ്ഞാൽ പോരെ? പറ്റില്ല. ഇവന്മാർ മുഴുവൻ ത്രില്ലിലാണ്. ഇതുപോലെ എഴുതിയേ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം അതിനനുസരിച്ച് ഇതുപോലെ കുറേ എഴുതിയിരിക്കുന്നു. ഇനി ഒരു കഥയും കൂടി നമുക്ക് കേൾക്കാം, ഒന്നാണോ എന്ന് വിചാരിക്കണം. എല്ലാവരും ഗ്രന്ഥം വായിച്ച് പഠിക്കുന്ന സമയത്ത് നാണു അവിടുത്തെ ചാത്തൻ്റെ ഒപ്പം പൂട്ടാൻ പോകും. ചാത്തൻ അറിയാലോ, ഒരു പുലയജാതിക്കാരനായിരുന്നു. പശുക്കളെ ആണ് ഇവർ നോക്കിയിരുന്നത്. അങ്ങനെ ഇവർ പശുക്കളെയും നീറ്റി നടന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ ചാത്തനെ കാണാനില്ല. ചാത്തൻ എവിടെ? ചാത്തനെ അന്വേഷിച്ച് നാണു ചെന്നപ്പോൾ കാണുന്ന കാഴ്ച കണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ച് കലങ്ങിപ്പോയി. ചാത്തന് കുഷ്ഠം ബാധിച്ചിരിക്കുന്നു, കൈവിരലുകൾ നിറയെ വ്രണം. നാണു പിന്നെ ചാത്തൻ്റെ വീട്ടിൽ സ്ഥിരമായി പോയി ചില പച്ചിലകൾ പറിച്ച് അവിട്ട് വെള്ളം തിളപ്പിച്ച് അതൊക്കെ കഴുകി കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുഷ്ഠം മാറി, ചാത്തന് സുഖപ്പെട്ടു. അപ്പം ഇത് കേട്ടാൽ തന്നെ അറിയാലോ നമുക്ക് ഈ കയ്യിൽ വന്നിരുന്ന വ്രണം കുഷ്ഠമല്ലാന്നത്. കുഷ്ഠമാണെങ്കിൽ മാറില്ല, അത്ര എളുപ്പത്തിൽ ആ കാലത്ത് മാറാൻ പോകുന്നില്ല. എന്നാൽ കുഷ്ഠം മാറ്റി എന്ന് പറഞ്ഞാലാണ് അനുയായികൾക്കും മറ്റേ നമ്മുടെ ആരാധകർക്കും ഒരു 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 ത്രില്ല് ഉണ്ടാവുള്ളൂ. ഇതുപോലെ കുറേ കാര്യങ്ങൾ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് വായിക്കാൻ പോകുന്നവരൊക്കെ ഒരു പകുതി ഭാഗം അങ്ങോട്ട് മാറ്റി വയ്ക്കുക, അതിലും മുഴുവൻ ഇതായിരിക്കും. അത് കഴിച്ചുള്ള കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും. എന്തിനാണ് ഇത് ഇങ്ങനെ എഴുതി വയ്ക്കുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കാൻ. ഒരു മനസ്സമാധാനം, മാനം മര്യാദയ്ക്ക് ജീവിച്ച ആളുകളെ
യുക്തിവാദികളെ കൊണ്ട് തെറി പറയിപ്പിക്കുക. അല്ലാതെ ഇത് എന്താണ് ഇത് എഴുതി വയ്ക്കുന്നതിൽ എന്താണ് ഒരു മെച്ചമുള്ളത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള ജീസസ് ക്രൈസ്റ്റിൻ്റെ ചെറുപ്പകാലത്തെ പറ്റി എഴുതി വച്ചിട്ടുള്ള നുണകളേക്കാൾ വലിയ നുണ ഒരിക്കലും ഒരു സ്ഥലത്തും കിട്ടൂല. ജീസസ് ബത്ലഹേമിൽ ജനിച്ചപ്പോൾ നേരെ മുകളിൽ ഒരു ആകാശത്ത് ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. ഈ നക്ഷത്രത്തെ നോക്കി കിഴക്ക് നിന്ന് ജ്ഞാനികൾ വന്നു. നക്ഷത്രം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി യഹൂദരുടെ രക്ഷകനാണ് ജനിച്ചത്. അതാണ് ഈ നക്ഷത്രം അവിടെ. അപ്പോൾ അവർ വിചാരിച്ചു ഇങ്ങനെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അത് രാജകൊട്ടാരത്തിലായിരിക്കും ജനിക്കുക. നല്ല ജ്ഞാനിയുണ്ടോ. അപ്പോൾ അവർ നേരെ അവിടെ ചെന്നു, ജെറൂസലമിലേക്ക് വിട്ടു. അപ്പോൾ അവിടുത്തെ നദന്യാഹു, അന്നത്തെ നദന്യാഹുവിൻ്റെ പേര് കിങ് ഹെറോദാസ് എന്നായിരുന്നു. അപ്പോൾ ഈ ജ്ഞാനികൾ ചെന്ന പാടെ ഹെറോദാസിനോട് ചോദിച്ചു, എവിടെ യഹൂദരുടെ രക്ഷകനായി പറഞ്ഞ ആ നായകൻ എവിടെ? ഞങ്ങൾക്ക് കാണാൻ തിടുക്കമായി എന്ന് പറഞ്ഞു. രാജാവിനിത് കേട്ടപ്പോൾ ആകെ കൺഫ്യൂഷൻ അടിച്ചു. ഞാനാണ് ഇവിടുത്തെ രാജാവ്, ഇതല്ലാണ്ട് വേറൊരു രാജാവ് പറക്കേ. ആൾക്ക് ഭയം ഉണ്ടായി. ഇവർ ജ്ഞാനികളായതുകൊണ്ട് ഇത് സത്യമുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഭയം പുറത്ത് കാണിക്കാതെ രാജാവ് ഇവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വേഗം ആ കുഞ്ഞിനെ കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ചിട്ട് എന്നെ അറിയിക്കണം, കാരണം എനിക്കും പോയി അവനെ ആരാധിക്കേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞു. ജ്ഞാനികൾ ആ നക്ഷത്രത്തെ പിന്തുടർന്നപ്പോൾ അത് ബത്ലഹേം എന്ന ഒരു സ്ഥലത്താണ് എത്തിയത്. അവിടെ ഒരു കാലിത്തൊഴുത്തിൽ ഒരു കുഞ്ഞ് കിടക്കുന്നു. അവർ സ്വർണം, കുന്തിരിക്കം, മീറ കാഴ്ചവെച്ചു. ബേബി ഫുഡ്, ജോൺസൻ്റെ പൗഡർ, കുട്ടിയുടുപ്പ്, ഇതൊക്കെ പറയില്ല, അതുപോലെ അത് ഈ മൂന്നും കാഴ്ചവെച്ചു. അതിനുശേഷം ജ്ഞാനികൾ ചെയ്യേണ്ട കാര്യം ഹെരോദാസിനോടുള്ള വാക്ക് പാലിക്കണം, അവിടെ ചെന്ന് പറയണം വേണ്ടത്. പക്ഷേ സ്വപ്നത്തിൽ ഒരു അരുളപ്പാടുണ്ടായി, അവരെങ്ങോട്ടോ പോയി, അവരങ്ങോട്ട് തിരിച്ചു പോയില്ല. അപ്പോൾ ഹെരോദാസിന് കുട്ടി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ലാതായി. താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് ഹെരോദാസിന് മനസ്സിലായപ്പോൾ പുള്ളി കോപാകുലനായി ബത്ലഹേമിലുള്ള 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാൻ ആജ്ഞാപിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടോ, അപ്പോഴേക്ക് ഇവർക്കത് വീണ്ടും സ്വപ്നത്തിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഔസേപ്പും മറിയവും കുഞ്ഞുമായി ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഹെരോദാസ് ചത്തു. അങ്ങനെയല്ലേ? ഇതിനുശേഷം മറിയ ജോസഫും കൂടി അവരുടെ പഴയ വീടൊക്കെ നിന്നിരുന്ന ഗലീലയിലെ നസ്രത്ത് എന്ന സ്ഥലത്ത് വന്ന് ജീവിച്ചു. 30 വയസ്സ് വരെ അവിടെ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിലും വലിയ നുണ പറയാൻ ഇന്ത്യയിലെ ബ്രാഹ്മണർക്ക് പോലും പറ്റില്ല എന്നാണ് ഞാൻ. ചിലപ്പോൾ ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. എത്ര കഥകളാണ് ഇതുപോലെ ജീസസ് ക്രൈസ്റ്റിനെ പറ്റി ഇവർ എഴുതിയുള്ളത്. സത്യം എന്താണെന്ന് വെച്ചാൽ 30 വയസ്സ് വരെയുള്ള യേശുവിൻ്റെ ജീവിതം ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ഈ ഗ്യാപ്പിലാണ് ഇവരിത് നിറയ്ക്കുകയാണ്. അദ്ദേഹം ഒരു പ്രവാചകനായിട്ട് ഈ 30-ാം വയസ്സിൽ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവിടുത്തെ നാട്ടുകാർ ചോദിക്കുന്നത്, ഇവൻ ഇവിടുത്തെ തച്ചൻ്റെ മോനല്ലേ, ഇവനെന്താ എത്ര വലിയ ഫിലോസഫി പറയുന്നതാണെന്ന് ചോദിക്കുന്നത്. ശരിയല്ലേ? മരിയ റോസയ്ക്ക് അറിയാലോ. അതെ, അത്രയ്ക്കും അപരിചിതനായിരുന്നു അദ്ദേഹം. നമ്മൾ ഇവരൊക്കെ പറയുന്ന പോലുള്ള കഥകളിലുള്ള ഒരാളാണെങ്കിൽ ബത്ലഹേമിലെ ഇത്രയധികം കുട്ടികൾ ഈ കുട്ടിയുടെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവർ ചോദിക്കുമോ, ഇവൻ വെറും തച്ചൻ്റെ മോനല്ലേ, ഇവൻ എന്തിനാ ഫിലോസഫി പറയുന്നത് ചോദിക്കുമോ? പച്ച നുണ. മുഹമ്മദിൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ, ഹീറ ഗുഹയിൽ വെച്ച് പുള്ളിക്ക് ആയത്തുകൾ ഇറക്കിക്കൊടുത്തു. ഈ ഇറക്കിക്കൊടുത്തതിന് ഇറക്കി കൊടുക്കും വരെ ആർക്കൊക്കെ ഈ മുഹമ്മദിനെ അറിയാം? ഖദീജയ്ക്ക് അറിയാം, മക്കയിലെ കുടുംബാംഗങ്ങൾക്ക് അറിയായിരിക്കാം, കച്ചവടക്കാർക്ക് കുറച്ച് പേർക്ക് അറിയാം. അപ്പോൾ പുള്ളി ഇത് ഒരു ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരാളായി മാറുന്നത് ഹീറ ഗുഹയിലെ അരുളപ്പാടിന് ശേഷമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നാട്ടുകാർ, നമ്മൾ ഭക്തരിതൊന്നും സംഭവിക്കില്ല. ഇവരൊക്കെ ജനിച്ചപ്പോൾ തന്നെ അമാനുഷരായിരുന്നു എന്ന് എഴുതി പിടിപ്പിച്ചില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അമൃതാനന്ദമയെ പറ്റി നമ്മൾ ആലോചിക്കുക. ചെറുപ്പത്തിൽ യാതൊരു ദിവ്യത്വവും ഇല്ലാത്ത ഒരു സുധാമണിയായിരുന്നു അവർ. നമുക്കറിയുന്ന കാര്യമാണ്. എന്തൊക്കെ തമാശകളാണ് അവരുടെ ജീവചരിത്രത്തിൽ ഇവിടെ ആളുകൾ എഴുതി പിടിച്ചിരിക്കുന്നത്. ഒരു ആത്മസുഖം, ഒരാളെ പറ്റി തള്ളിമറക്കി കിട്ടുന്ന ഒരു സുഖം, ഇതല്ലാതെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത്? പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട് കേട്ടോ. ഈ പുസ്തകം ഒരു 10,000 കോപ്പി ചിലവാകും. 400 രൂപ ഉണ്ടെങ്കിൽ 20% റോയൽറ്റി കിട്ടുകയാണെങ്കിൽ ഒരു 8 ലക്ഷം രൂപ കയ്യിൽ കിട്ടും. അങ്ങനെ ഒരു മെച്ചമുണ്ട്. അതുപോലെ ഈ ദൈവം പ്രശസ്തനാവുന്നതിനൊപ്പം നമുക്കും പ്രശസ്തനാവും. ഇതാണ് 3 ഗുണങ്ങൾ ഈ ഹഗിയോഗ്രാഫിക്കുണ്ട്. അപ്പം നമ്മൾ ശാസ്ത്രബോധമുള്ള മനുഷ്യരിത്തരം പുസ്തകം വായിക്കുമ്പോൾ ഈ പുസ്തകം പച്ച നുണയാണെന്ന് തന്നെ തുറന്നു പറയണം. വെറുതെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്
പച്ചനുണ ഒന്നുമില്ല, സീറോ, എടുക്കാൻ ഒന്നും മാത്രമില്ല. ഇത് പറയുക എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗരനായ നമ്മുടെ കടമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ ദീർഘമായ പ്രഭാഷണം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു.